ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ R40 Army. ഞാൻ മുഹമ്മദ് സാറ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫോൺ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർമാറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മളൊരു പാസ്വേഡ്, നമ്മളെ ഫ്രണ്ടിലുള്ള ഫോണിൻ്റെ പാസ്വേഡ് മറന്നിക്കച്ചാൽ അത് അധികം ആർക്കും അറിയുണ്ടാവില്ല. അത് മറന്നിക്കച്ചാൽ എങ്ങനെ തുറക്കണ്ടെന്ന് അറിയുണ്ടാവില്ല. ഇപ്പം കടയിൽ കൊണ്ടുപോയി കൊടുക്കച്ചാൽ അവർ ചിലപ്പോൾ തുറന്നു തരും, ചിലപ്പോൾ ഫോർമാറ്റ് ചെയ്ത് തരാം. അധികം ഫോർമാറ്റ് ചെയ്ത് തരാറ് ചെയ്യാറ്. അപ്പോൾ അത് കടയൊക്കെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതുള്ളത് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ ഹോണർ ഫോൺ എടുത്തിക്കണത്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നു വയ്ക്കുകയാണ്. അപ്പോൾ അടിച്ചതിന് തന്നാലെ തുറക്കുന്നത്, അടിച്ചതിന് ഞാൻ മറന്നു വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ഫസ്റ്റ് പവർ ഓഫ് ചെയ്യാം. നമുക്ക് ഫോണ് പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാണ്ടല്ലോ, ഈ വോളിയൂമിൻ്റെ ഈ മുകളിലത്തെ ബട്ടണും സ്വിച്ച് ഓഫ് ബട്ടണും കണ്ടില്ലേ, അത് രണ്ടും ഒപ്പം അമർത്തുക. ഒരു 5 സെക്കൻഡ് അമർത്തി പിടിക്കുക. അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അത് ഓൺ ആയിക്കോളും. ഇതായിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇങ്ങനത്തെ സ്ക്രീനാണ് വരേണ്ടത്. കണ്ടോ, ഇത് അതിൽ റീബൂട്ട് സിസ്റ്റം, അപ്ലൈ അപ്ഡേറ്റ് ഫ്രം ADB, വൈപ്പ് ഡാറ്റ ഓർ ഫാക്ടറി റീസെറ്റ്, വൈപ്പ് പോർട്ടീഷൻ, അപ്ലൈ അപ്ഡേറ്റ് ഫ്രം എക്സ്റ്റേണൽ സ്റ്റോറേജ്, അപ്ലൈ അപ്ഡേറ്റ് ഫ്രം ഇൻറ്റേർണൽ സ്റ്റോറേജ്, അപ്ലൈ അപ്ഡേറ്റ് ഫ്രം സിസ്റ്റം പാർട്ടീഷൻ ചെക്ക് എന്നുണ്ട്. ഇതിൽ നമുക്ക് ഇത് മാറ്റേണ്ട, ഈ കൈവിരലുകൊണ്ട് തൊട്ടാലൊന്നും ഇത് വർക്കാവില്ല. ഇതിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ ഈ വോളിയം ബട്ടൺ ഉണ്ടല്ലോ, അടിക്കാക്കി അത് അടിക്കാവും, മുകളിലത്തെ അപ്പാക്കിയ മുകൾക്കാകും. ഇത് നമുക്ക് ഇതിൽ അമർത്തേണ്ടത് വൈപ്പ് ഡാറ്റ ഓർ ഫാക്ടറി റീസെറ്റാണ് അമർത്തേണ്ടത്. അപ്പോൾ 2 അടിക്കാക്കിയിട്ട്, അപ്പോൾ 2 വട്ടം ഇത് നമുക്ക് അടിക്കാക്കാം. ഇനി ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോൺ ഓഫ് ആക്കൂലേ, ഫോണ് സ്വിച്ച് ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടല്ലേ, ആ ബട്ടനാണ് നമുക്ക് അമർത്തേണ്ടത്. അത് ഒരട്ടം അമർത്തി കഴിഞ്ഞാൽ അതായിക്കോളും. ഇതിൽ നമുക്ക് കൺഫേം വൈപ്പ് ഓഫ് ഓൾ യൂസർ ഡാറ്റ എന്നുള്ളത് വയ്ക്കുന്നത്. അതിൽ നമുക്ക് അമർത്തേണ്ടത് ഇതിൽ 7ാമത്തെ യെസ് എന്നുള്ള ബട്ടൺ വരുന്നത് കണ്ടോ, അതാണ് നമുക്ക് അമർത്തേണ്ടത്. അപ്പോൾ അത് 7 വട്ടം തടിക്കാക്കുക. എന്നിട്ട് യെസ് എന്നുള്ളത് നമുക്ക് ഓഫ് ബട്ടൻ്റെ അത് അമർത്തിയിട്ട് അമർത്താം. അപ്പോൾ ഗൈസ് ഇത് ഇറേസ് ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. വൈപ്പിംഗ് ഡാറ്റ, ഫോർമാറ്റിംഗ് ഡാറ്റ. ഇതപ്പോൾ നമ്മളെ ഫോണിലത്തെ ഡാറ്റ ഒക്കെ ഫോർമാറ്റ് ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇറേസിങ് കാണിച്ചിട്ടുണ്ടോ, അത് ഗൈസ് കുറച്ച് നേരം പിടിക്കും. ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ വന്ന മരത്തിന് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് അമർത്തേണ്ടത് എന്താ വെച്ചാൽ റീബൂട്ട് സിസ്റ്റം നൗ എന്നുള്ളതുണ്ടോ. ഇതിൽ കുറേ പേർക്ക് പവർ ഡൗൺ എന്നുള്ള ബട്ടൺ ഉണ്ടാകും, അത് ഇതിലില്ല, ആ ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ ഇതിലുള്ള റീബൂട്ട് സിസ്റ്റം നൗ എന്ന ബട്ടനാണ്. അപ്പോൾ നമുക്ക് അത് അമർത്താം. അപ്പോൾ ഇത് ഫോൺ റീബൂട്ട് ആയി എടുക്കേണ്ടത് നേരം പിടിക്കും ഗൈസ്, കുറച്ച് ഒരു 2 മിനിറ്റോളം പിടിക്കും അത്. ഗൈസ് അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ ഏത് ഭാഷയാണ് എടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് എടുക്കുന്നത്. അത് ഗൈസ് ശ്രദ്ധിക്കണം, അത് മാറിപ്പോകരുത്. അത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ബട്ടൺ കണ്ടോ, അത് അമർത്താം. എന്നിട്ട് സ്കിപ്പ് അമർത്താം. സ്കിപ്പിൻ്റെ സിമ്മറിൻ്റെ കാര്യമാണ് പറയണത്. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് അമർത്താം. സ്കിപ്പ് എനിവേ എന്നുള്ളത് അമർത്താം. ടൈമൊക്കെ കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് ടൈമാക്കാം. അല്ലാതെ ടൈം കുറച്ചുകൊണ്ട് ആക്കിയാൽ മതി, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്യാം. ഇത് ഹുവായി ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രൈവസി പോളിസികളാണ് അവർ പറയുന്നത്. അതൊക്കെ നമുക്ക് ഓക്കെ അടിക്കാം.
അതാ ഗൈസ് ഇപ്പോൾ പാസ്വേഡൊക്കെ പോയി, ഫോൺ ഒരു പുതിയ ഫോണായിട്ട് ഫോർമാറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതപ്പോൾ ഈ ഫോൺ നമ്മൾ വാങ്ങി എങ്ങനെ കിട്ടും അതേമാതിരത്തെ ഒരു ഫോണായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്, പുതിയ ഒരു ഫോണായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാവുന്നതാണ്, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നിന്നായിരിക്കും.